അല്ല, ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിനെ ഒരു പ്രത്യേക രാഷ്ട്രീയ നിറം ചാലിച്ച് കാണിക്കേണ്ടുന്ന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു പ്രത്യേകത, ഇപ്പൊ രാഷ്ട്രീയം കളിക്കുക എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരു ചരിത്രമുള്ള ആളല്ല ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ അംഗമായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ മെജോറിറ്റിയോട് കൂടി തന്നെ രാജീവ് ഗാന്ധി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ആശയപരമായിട്ടുള്ള ഭിന്നത കാരണം അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അത് എന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആയ കാലത്ത് എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. അങ്ങനെ നിലപാടുകളുടെ തോഴൻ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലത്തേക്ക് എല്ലാ കാലവും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ചെയ്തതിന് ശേഷം അതുവഴി കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, കോർ രാഷ്ട്രീയ വിഷയങ്ങളല്ല അദ്ദേഹത്തിൻ്റെതായിട്ട് പറയപ്പെടുന്ന വിവാദമായിട്ടുള്ള പല കാര്യങ്ങളും. അത് ചാൻസലർ എന്ന നിലയ്ക്കാണെങ്കിലും ഗവർണർ എന്ന നിലയ്ക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പലപ്പോഴും പൊതുജനങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അതിപ്പോൾ ലോകായുക്തയുടെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ വളരെ വിവാദമായിട്ടുള്ള പല വിഷയങ്ങൾ, ചാൻസലർ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടത്, ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും CPM-ന്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഭാര്യമാരുടെ അനധികൃത നിയമനത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനമാണെങ്കിലും ഇതൊക്കെ തന്നെ പൊതുസമൂഹം എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം ഇവിടെ ആലോചിക്കേണ്ടത്, ഇതൊന്നും തന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു നിലപാടെടുത്തിട്ട് അതിലേക്ക് എടുത്തു ചാടിയ വിഷയങ്ങളൊന്നുമല്ല. പലതിലും ഇൻഡസ്ട്രിയിലുള്ള, അതായത് ഇൻഡസ്ട്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റേതെങ്കിലും ഒരു റെലവന്റ് മേഖലയിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിൽ നിന്നെല്ലാമുള്ള ആൾക്കാരുടെ റെപ്രസെന്റേഷൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നതല്ല പലപ്പോഴും. അത് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ പല റെപ്രസെന്റേഷൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. മറ്റുള്ള പല വിഷയങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറയുന്നതെല്ലാം തന്നെ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഇൻപുട്ടുകൾ വെച്ചിട്ടാണ്. അപ്പൊ ആ ഇൻപുട്ട് കൊടുക്കുന്ന ആൾക്കാരിൽ രാഷ്ട്രീയക്കാരുണ്ട്, സാംസ്കാരികമായിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, ഒരു മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അവരോടെല്ലാം തന്നെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അദ്ദേഹത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത്. അതിന് പുറത്തേക്ക് പോയിട്ടല്ല. നമ്മൾ ഈ പലപ്പോഴും കൺവെൻഷനലായിട്ട് കാണുന്ന ഒരു ഗവർണർ ഇമേജിലേക്ക് അദ്ദേഹം ഫിറ്റ് ആകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഈ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം ഗവർണർ മിണ്ടാൻ പാടില്ല, ഗവർണർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നടക്കാൻ പാടില്ല, ഗവർണർ ഇറങ്ങി നടക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ വരെ രാത്രി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് രാത്രി നടത്തം വരെ പല സംഘടനകളും ചേർന്ന് നടത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പറയുന്നത് ഒരു ഗവർണർ ഇറങ്ങി നടക്കാൻ പാടില്ല, അതൊന്നും ശരിയായ സന്ദേശമല്ല നൽകുന്നതെന്ന്. എന്താണ് അതിൽ തെറ്റായിട്ടുള്ള സന്ദേശം? ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുക, ചെല്ലുക. നമുക്ക് ഈ സെക്യൂരിറ്റി ആസ്പെക്റ്റുകളൊക്കെ മനസ്സിലാക്കാം, അത് ശരിയാണ്. അങ്ങനെയുള്ള ഒരു ത്രെട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ആരാണ് അപായപ്പെടുത്താൻ പോകുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ മിഠായി തെരുവിൽ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ ആർക്കെങ്കിലും അപായപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? എന്തായാലും ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊന്നും ആയിരിക്കത്തില്ലല്ലോ. രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്ന ചില ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്ന ആൾക്കാരെ നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തുക, അത്രേ പറയാനുള്ളൂ. അവരോട് പറഞ്ഞു കൊടുക്കുക, നോക്കൂ, ഗവർണർ എന്നല്ല, ഇവിടെ നടന്നു പോകുന്ന ആർക്കും അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. ആൾക്കാർക്ക് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. രാജ്യത്ത് എവിടെയും നടക്കാനും യാത്ര ചെയ്യാനും എല്ലാമുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള അവകാശം ആരെങ്കിലും ഒരാൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.